ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ പുട്ടും പരിപ്പും കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൊറിയർ ഒരെണ്ണം വരുന്നത്. എൻ്റെ കൊറിയറൊക്കെ വാങ്ങിച്ചു. ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ചെറിയൊരു വയറിനൊരു വയ്യായിക. അപ്പം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ പോകുന്നത്, ലിസിയിലാണ് പോകുന്നത്. അപ്പം ഞാനും അല്ലിയും ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ ആൾ ഭയങ്കര ബഹളമാണ്, പനിയത്തിനെ ഏൽപ്പിച്ചേക്കാണ്. അനിയത്തിക്ക് ഇന്നലെ എക്സാമൊക്കെ ആയതുകൊണ്ട് അവൾക്കുന്ന ഒരു ഭയങ്കര ക്ഷീണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ വരുന്നില്ല. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോവുക. ചിലപ്പോൾ ഒന്ന് TC കയറുമായിരിക്കും, ഉറപ്പില്ല. അപ്പം കാണാം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്, കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ. അതുകൊണ്ട് തന്നെ വേഗം കണ്ടിറങ്ങാൻ പറ്റി. ഇപ്പോൾ അത് എല്ലിമ്മയ്ക്ക് ഞാനൊരു ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ മെഡിസിന് വേണ്ടി നിൽക്കുവാണ്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. 3 ദിവസം മരുന്ന് വെച്ചിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കഞ്ഞി മാത്രം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളിനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് വഴി പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. ആ ചേട്ടന് കറക്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. നല്ല മഴ ചെയ്തുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ റോഡിലൊക്കെ. അല്ലി ഉറങ്ങിപ്പോയി. സാധാരണ ഈ സമയത്ത് ഉറങ്ങാത്തതാണ്. ചിലപ്പം യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. വീട്ടിലോട്ട് നടക്കുകയാണെങ്കിൽ എല്ലാം കൂടി പിടിക്കാൻ പറ്റുന്നില്ല. അല്ലിക്കപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 days നോക്ക്, 3 days നോക്കിയിട്ടും കുറവില്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആൻറ്റിബയോട്ടിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ, ഭയങ്കര മഴയാണ്. അല്ലിയോട് വഴക്കുണ്ടാക്കിയേ? ചുറ്റ വഴക്കുണ്ടാക്കി എൻ്റെ മോനോട് ആണോ? ഇന്നിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, മഴയൊക്കെയതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങ് പോകുന്നൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്, വെറൈറ്റി എന്തെങ്കിലും ഫുഡ്. ഞാനിവിടെ കുക്ക് ചെയ്യുന്ന പോലെയൊന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിലങ്ങനെ കുക്ക് ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അല്ലിക്ക് കഞ്ഞി മാത്രമായിട്ട് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. പൊടിയരി കഞ്ഞിയാണ്. അതാകുമ്പോൾ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല മഴയുള്ളത് കൊണ്ട് കുറച്ച് തുണിയൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടു. അല്ലിമേടെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടു. അവിടെ എങ്ങനെയാ, മഴയുണ്ടോ കഴിച്ച് നിങ്ങളുടെ നാട്ടിൽ? ഈച്ചയോ? ചിറ്റയുടെ അടുത്ത് കൊടുക്കണോ? ലൈറ്റോ? ഓ, ലൈറ്റ് വേണോ ഇതില്? ലൈറ്റ് ഒടിക്കു വരുന്നത്. അപ്പം ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലിമ്മ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂട്ടാനിലെ നാഷണൽ ഡിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ദീപിക പദുക്കോണിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഈ ഡിഷിനെ കുറിച്ച് ഞാൻ കേട്ടേക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എളുപ്പമാണല്ലോ, ഇത് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു 1/2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ ചീസ്, മല്ലിയില, എണ്ണ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അളവും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. കാരണം എങ്ങാനും ഫ്ലോപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എല്ലാ ക്വാണ്ടിറ്റിയും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡിഷൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആകെ എപ്പോഴും വീട്ടിൽ സാധാ കേരള ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ പുറത്തെ ഫുഡൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം എനിക്ക് കുക്കിങ്ങിനോടൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുക്ക് ചെയ്യും, പക്ഷേ നമ്മളുടെ സാധാ വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ പുതിയതൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതങ്ങ് ആവാമെന്ന് കരുതി. പിന്നെ 2 ദിവസം മുന്നേ ഇതുപോലെ ഞാൻ വേറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ കുഴപ്പമില്ലാതെ വന്നു. അപ്പോൾ ഞാനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം അരിഞ്ഞെടുക്കണം. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ പുതിയ ഫുഡൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറില്ല കേട്ടോ. കാരണം ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ഹസ്ബൻഡാണെങ്കിൽ പുറത്താണ്. അപ്പം അവിടെ പിന്നെ അമ്മ, അച്ഛനും
വല്യമ്മയും പിന്നെ ഒരു കൊച്ചനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരൊന്നും അങ്ങനെ ഫുഡൊന്നും ഇതുപോലത്തെ ഫുഡൊന്നും അങ്ങനെ പുറത്തത്തെ ഫുഡൊന്നും അങ്ങനെ കഴിക്കുമെന്ന് തോന്നുന്നില്ല. കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ മാത്രം കഴിക്കണം. ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ആകെ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ബിരിയാണി ഉണ്ടാക്കും ചിലപ്പോൾ, പിന്നെ ബീഫ് ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും. ഇങ്ങനത്തെ 3 ഐറ്റം മാത്രമേ ഞാനവിടെ ഉണ്ടാക്കാറുള്ളൂ. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവള് പൊട്ടയാണെങ്കിൽ അവള് നല്ലതാന്ന് പറഞ്ഞ് കഴിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിതിൽ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ കണ്ടതിൽ അത്ര നന്നായിട്ട് വഴറ്റുന്നില്ല. പക്ഷെ ആ വഴറ്റി കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുമല്ലോ. അപ്പം നന്നായിട്ട് വഴറ്റുക. വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം കേട്ടോ, ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു. പിന്നെ ചീസ് ഇടുന്നുണ്ട്. ഞാൻ 2 സ്ലൈസ് ഇട്ടിട്ടും കുറുകിയില്ലായിരുന്നു. അപ്പം ഞാൻ 1 സ്ലൈസും കൂടി ചീസ് ഇട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കുറുകി വന്നു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിയില ഇട്ടു. കുറച്ചും കൂടി ഒന്ന് കുറുകാനിരുന്നിട്ട് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് കൈമ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കറി കേട്ടോ. ഇങ്ങനെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ചീസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കൈമ റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം നമ്മുടെ നോർമൽ റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. കൈമ റൈസിന് അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാണ് ഈ കറി ഞാൻ കൂട്ടി കഴിക്കാൻ പോകുന്നത്. എന്തോ സ്റ്റൂന്ന് എന്തോണ് ഈ കറീനെ പറയുന്നത് കേട്ടോ. ഒരു പേരും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സ്മെല്ലൊക്കെ കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കാം. കൊള്ളാം. ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒരു കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ നട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റ് കൊള്ളാം കേട്ടോ. പൊളി സാധനമാണ്. നിങ്ങൾ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി എന്നെ പോലെ. അതാകുമ്പോൾ പിന്നെ കുളമാണെങ്കിലും കുറച്ചല്ലേ വേസ്റ്റ് ആകത്തുള്ളൂ. പ്രതീക്ഷിച്ച പോലെ അല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല മഴ കേട്ടോ. ഇന്ന് പുറത്തുകൂടെ ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇവിടെ ചുറ്റും വീടുകളൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. എവിടെ തിരിഞ്ഞാലും വീട്.